Now we can discuss some problems. A parallel beam of monochromatic light is allowed to be incident normally on plane transmission grating having 5000 lines per centimeter, and the third order spectral line is found to be diffracted through 45 degree. Calculate the wavelength of light. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് എങ്ങോട്ടാണ് വന്ന് വീഴുന്നത്? ഒരു ഗ്രേറ്റിംഗിലേക്കാണ് വന്ന് വീഴുന്നത്. ഗ്രേറ്റിംഗിൻ്റെ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 5000 ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡർ തന്നിട്ടുണ്ട്, തേർഡ് ഓർഡറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിഫ്രാക്റ്റഡ് ആംഗിളും തന്നിട്ടുണ്ട് 45 ഡിഗ്രി. അപ്പോൾ നമ്മളിവിടെ എല്ലാം യൂസ് ചെയ്യേണ്ടത് ആ ഗ്രേറ്റിംഗ് ലോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഗ്രേറ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/a പ്ലസ് ബി എൻ ലാംഡ. അതിൻ്റെ അകത്ത് 1/a പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എൻ ആണ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ എൻ ലാംഡ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തീറ്റ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ ഓർഡർ തേർഡാണ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ എൻ എന്ന് പറയുന്നത് 5000 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ്. അതിനെ ഞാൻ 5000 ലൈൻസ് പെർ 10⁻⁻2 മീറ്റർ മീറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തതാണ്. ഇനി എന്താണ്? 5000 ഇൻറ്റു 10⁻10⁻² ഇൻറ്റു മീറ്റർ റൈസ് ടു -1. ഇനി n is equal to 3 and theta is equal to 45 degree. So lambda is equal to sin theta divided by n. So അത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4.713 ഇൻറ്റു 10⁻⁻7 മീറ്റർ. Second problem, a plane transmission grating which has 5500 lines per centimeter is used to produce a spectrum of light from a mercury lamp. What will be the angular separation of the two yellow mercury lines of wavelength 5770? ഇത് ആങ്സ്ട്രോം ആണ്. അതുപോലെ തന്നെ 5791 ആങ്സ്ട്രോം വെൻ വ്യൂഡ് ഇൻ ദി സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇതിൻ്റെ അകത്തും തന്നിരിക്കുന്നത് എന്താണ്? എൻ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എൻ 5500 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5500 ഇൻറ്റു 10² മീറ്റർ റൈസ് ടു -1 എന്ന് എഴുതാൻ പറ്റും. ഓർഡർ തന്നിരിക്കുന്നത് 2 ആണ്. അതുപോലെ തന്നെ 2 വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 വേവ് ലെങ്ത് തമ്മിലുള്ള ഒരു ആംഗുലർ സെപ്പറേഷൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? തീറ്റ അല്ലേ, സൈൻ. അതായത് ആദ്യത്തെ വേവ് ലെങ്ത്തിൻ്റെയും രണ്ടാമത്തെ വേവ് ലെങ്ത്തും തമ്മിലുള്ള ആ ഒരു ആംഗുലർ സെപ്പറേഷനാണ് ഡി തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ലാംഡ എന്ന് പറയുന്നത് 5770 10⁻10 മീറ്റർ ആങ്സ്ട്രോം ആയതുകൊണ്ട് 1 ആങ്സ്ട്രോം ഇസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ്. അതുപോലെ തന്നെ ലാംഡ ബി എന്തായിരുന്നു? 5791 ഇൻറ്റു 10⁻10 മീറ്റർ. ഓക്കെ, ഇനി സൈൻ തീറ്റ എ എന്ന് പറയുന്നത്, സൈൻ തീറ്റ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ, ഓരോ വേവ് ലെങ്ത്തിനും കറസ്പോണ്ടിങ് ആയിട്ട്. അതായത് സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു എൻ ലാംഡ എ ആൻഡ് സൈൻ തീറ്റ ബി ഇസ് ഈക്വൽ ടു എൻ ലാംഡ ബി. ഇനി സൈൻ തീറ്റ എ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? നമുക്ക് എല്ലാ വാല്യൂസും ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ എന്നും അതുപോലെ തന്നെ സ്മോൾ എന്നും രണ്ടിടത്തും കോമൺ ആയിട്ട് വരും. പിന്നെ ബാക്കി വരുന്ന ആ ലാംഡ വേവ് ലെങ്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0.634 കിട്ടും. അതിൻ്റെ അകത്ത് നിന്ന് തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 0.634 ദാറ്റ് ഈസ് 39.34 ഡിഗ്രി കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് സൈൻ തീറ്റ ബിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം മുകളിൽ എന്താണ്? ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് സൈൻ തീറ്റ ബി, ഇതിൻ്റെ അകത്ത് ലാംഡ ബി മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി ഇത് രണ്ടും എന്താണ്? കോമൺ ആണ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സെയിം വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തീറ്റ ബി എന്ന് പറയുന്നത് 39.56 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ സെപ്പറേഷൻ, അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഡി തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആംഗുലർ സെപ്പറേഷൻ എന്ന് പറയുന്നത് തീറ്റ ബി മൈനസ് തീറ്റ എ ഈസ് ഈക്വൽ ടു 39.56 ഡിഗ്രി മൈനസ് 39.34 ഡിഗ്രി. സോ നമുക്ക് കിട്ടുന്ന 0.22 ഡിഗ്രി കിട്ടും. ഇനി next problem, with a diffraction grating arranged for normal incidence, it is found that a spectral line of the second order spectrum coincides with a spectral line of third order. അപ്പോൾ ഒരു നോർമൽ ഇൻസിഡൻസ്, ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൽ നോർമൽ ഇൻസിഡൻസ് നടക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം എന്താണ്? അതായത് സെക്കൻഡ് ഓർഡറിലെ ഒരു സ്പെക്ട്രൽ ലൈൻ തേർഡ് ഓർഡറിലെ ഒരു സ്പെക്ട്രൽ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ 2 ലൈന് കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ട കാര്യം ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും.
രണ്ട് ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ സെയിം ആയിരിക്കും. ഇനി ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ഫോർമർ, ആദ്യത്തെ സ്പെക്ട്രൽ ലൈൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 6000 ആങ്സ്ട്രോം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത, അതായത് രണ്ടാമത് കോയിൻസൈഡ് ചെയ്യുന്ന അതിൻ്റെ ആ സ്പെക്ട്രൽ ലൈൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ എൻ ലാംഡ. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ തീറ്റ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ എ ഈസ് ഈക്വൽ ടു എൻ എ ലാംഡ എ. അതുപോലെ തന്നെ സൈൻ തീറ്റ എന്ന് പറയുന്നത് വേറൊരു ഇക്വേഷനും കൂടി നമുക്ക് എഴുതാം, കറസ്പോണ്ടിങ് ടു ദി സെക്കൻഡ് സ്പെക്ട്രൽ ലൈൻ, ദാറ്റ് ഈസ് എൻ ബി ലാംഡ ബി. ഓക്കെ, സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, എൻ എ ലാംഡ എ ഈസ് ഈക്വൽ ടു എൻ ബി ലാംഡ ബി. അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ തന്നിട്ടില്ല. അപ്പോൾ തന്നാലും കുഴപ്പമില്ല, കാരണം എന്താണ്, ആ രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എൻ എ ലാംഡ എ ഇസ് ഈക്വൽ ടു എൻ ബി ലാംഡ ബി എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓർഡർ ആദ്യത്തേൻ്റെ സെക്കൻഡ് ഓർഡറും രണ്ടാമത്തേൻ്റെ തേർഡ് ഓർഡറുമാണ്. അപ്പോൾ ആദ്യത്തേൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, രണ്ടാമത്തേൻ്റെ വേവ് ലെങ്ത് തന്നിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, അതിൻ്റെ അകത്ത് രണ്ടാമത്തേൻ്റെ വേവ് ലെങ്ത് ലാംഡ ബി ഇസ് ഈക്വൽ ടു, ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 2 × 6000 × 10⁻⁻10 ഡിവൈഡഡ് ബൈ 3. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 4000 × 10⁻⁻10 മീറ്റർ ഓർ 4000 ആങ്സ്ട്രം എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, 2 lines in a second order spectrum of a plane transmission grating are resolved. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഒരു പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങിൽ ഉണ്ടായിരിക്കുന്ന സ്പെക്ട്രൽ ലൈൻസിൻ്റെ അതിൽ 2 ലൈൻ എടുത്തു. ആ 2 ലൈൻസ് റിസോൾവ്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ ഓർക്കുക. ഇഫ് ദി ലൈൻസ് ആർ ഡ്യൂ ടു ദി ലൈറ്റ്സ് ഓഫ് വേവ് ലെങ്ത് 5890 ആങ്സ്ട്രം ആൻഡ് 5896 ആങ്സ്ട്രം. അപ്പോൾ 2 സ്പെക്ട്രൽ ലൈൻ ഉണ്ട്. ആ സ്പെക്ട്രൽ ലൈൻ റിസോൾവ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആ 2 സ്പെക്ട്രൽ ലൈനിൻ്റെ വേവ് ലെങ്ത് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഫൈൻഡ് ദി നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി ഗ്രേറ്റിങ്ങിലെ നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇത് പറയുമ്പോഴേ റിസോൾവിങ്ങിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഓർക്കുക. എന്താണ്, ലാംഡ ഡിവൈഡ് ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു സ്മോൾ എൻ. അവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ക്യാപിറ്റൽ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയൊക്കെ തന്നിട്ടുണ്ട്. സ്മോൾ എൻ നമ്പർ ഓഫ് ദ ഓർഡർ ഓഫ് ദി സ്പെക്ട്രം ഈസ് 2. അതുപോലെ തന്നെ ലാംഡ എ മൈനസ് ലാംഡ ബി ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡി ലാംഡ കിട്ടും അല്ലേ. ഈ 5890 മൈനസ് 5896 അല്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6 ആങ്സ്ട്രം എന്ന് കിട്ടും. ഓക്കെ, ഇനി ലാംഡ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ലാംഡ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല. നമ്മൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മീൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 5890 പ്ലസ് 5896 ഡിവൈഡ് ബൈ 2 എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലാംഡ എഴുതാം. അപ്പോൾ അതിൻ്റെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 5893 ആങ്സ്ട്രം ആണ്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു ദ ഡിഫറൻസ്, ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി ലാംഡ, ദാറ്റ് ഈസ് 6 ആങ്സ്ട്രം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 491. ഇനി എ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ഹാസ് 14,000 ലൈൻസ് ടു 1 inch ഫോർ എ ലെങ്ത് ഓഫ് 6 inches. അപ്പോൾ ഒരു ഗ്രേറ്റിങ്ങിൽ 1 ഇഞ്ചിൽ 14,000 ലൈൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ടോട്ടൽ ഗ്രേറ്റിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 inches ആണ്. അപ്പോൾ ടോട്ടൽ ലൈൻസ് എത്ര വരും, 14,000 × 6 വരും. ഇഫ് ദ വേവ് ലെങ്ത് റീജിയൻ ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു 5 × 10⁻⁵ centimeter, ഫൈൻഡ് ദി resolving power of the grating in the first order and the smallest wavelength difference that can be resolved. അപ്പോൾ ഇക്വേഷൻ എന്താണ്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ബൈ ഡി ലാംഡ ഈസ് ഈക്വൽ ടു എൻ എൻ. അപ്പോൾ എൻ ഇൻറ്റു എൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിസോൾവിങ് പവർ കിട്ടും. അപ്പോൾ അത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ എൻ ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞാൽ 14,000 × 6, കാരണം 1 ഇഞ്ചിൽ 14,000 ആണ്. ആ ഗ്രേറ്റിങ്ങിൻ്റെ ലെങ്ത്ത് 6 inches ആണ്. സോ ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് 84,000 കിട്ടും. സോ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 84,000 എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് ദ റിസോൾവിങ് പവർ. ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്, സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഡിഫറൻസ് ദാറ്റ് ക്യാൻ ബി റിസോൾവ്ഡ്. അപ്പം റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഡിഫറൻസ് അത് എത്രയാണ്, ആ ഒരു ഇക്വേഷനിൽ തന്നെയുണ്ട് അല്ലേ, ദിസ് ഡി ലാംഡ. സോ ഡി ലാംഡ എന്ന് പറയുന്നത് ലാംഡ ബൈ എൻ ലാംഡ. ലാംഡ തന്നിട്ടുണ്ട് 5 × 10⁻⁻⁻, ഇത് 5 × 10⁻⁻5 ആയിരുന്നു. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -7 ആയി കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർക്കുക. ദെൻ ആൻസർ ഈസ് 0.59 ആങ്സ്ട്രം. ഇനി a diffraction grating has 5,000 lines per centimeter is used at a normal incidence. Calculate the dispersive power of the grating in the second order spectrum
ഇൻ ദി വേവ് ലെങ്ത് റീജിയൻ 6000 ആങ്സ്ട്രോം. ഇപ്പോൾ ഡിസ്പേഴ്സീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി തീറ്റ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്താണെന്ന് വെച്ചാൽ എൻ തന്നിട്ടുണ്ട് 2, അതുപോലെ തന്നെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 5000 ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കിട്ടി. പക്ഷേ കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ തന്നിട്ടില്ല, പക്ഷേ അതിന് പകരം ലാംഡ തന്നിട്ടുണ്ട്. ലാംഡ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേറ്റിംഗ് ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ. സോ എൻ ഈസ് ഈക്വൽ ടു 2, ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു 5000 ഡിവൈഡ് ബൈ 10⁻². ഇത് വന്നത് പെർ സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് ആക്കിയതാണ്. ഇനി ലാംഡ എന്ന് പറയുന്നത് 6000 ഇൻറ്റു 10⁻⁻10. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് 0.6 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? കോസ് തീറ്റയാണ് ആവശ്യം, അല്ലേ? അപ്പോൾ നമുക്കറിയാലോ ഇക്വേഷൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 0.6 സ്ക്വയർ. അപ്പോൾ നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടി 0.8. സോ ഡി തീറ്റ ബൈ ഡി ലാംഡ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5000 ഇൻറ്റു 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.8. So the answer is 1.25 into 10⁻⁶.